ഒരുപാട് കരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിലെ കണ്ണുനീര് വറ്റിപ്പോവോ? നമ്മുടെ കണ്ണിൽ രണ്ട് തരത്തിലുള്ള ടിയേഴ്സ് ആണുള്ളത്, ബേസൽ ടിയേഴ്സും റിഫ്ലക്സ് ടിയേഴ്സും. ഇതൊരു അപൂർവ ഭാഷയാണ്, ഗുരുകർമ്മ കൃമിണി എന്ന് പറയും. ബേസൽ ടിയേഴ്സ് ഇൻവോളണ്ടറി ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ വായിലെ സലൈവ, നമ്മൾ ഉമിനീര് എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ കണ്ണിലുള്ള ഈ ബേസൽ ടിയേഴ്സ് എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ബേസൽ ടിയർ ആണ് നമ്മുടെ കണ്ണിനെ ഹെൽത്തി ആയിട്ടും ക്ലീൻ ആയിട്ടും ലൂബ്രിക്കേറ്റഡ് ആയിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മുടെ വണ്ടികളിലൊക്കെ നമ്മൾ ഗ്രീസും എൻജിൻ ഓയിലുകളൊക്കെ യൂസ് ചെയ്യില്ലേ, അതായത് രണ്ട് മെറ്റൽ കോണ്ടാക്റ്റുകൾ വരുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതേ ഫംഗ്ഷനാണ് കണ്ണുനീര് നമ്മുടെ കണ്ണിനുള്ളിലും ചെയ്യുന്നത്. അപ്പോൾ ഈ ടിയർ ഫിലിമിന് എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിക്കുകയോ അല്ലെങ്കിൽ ഡ്രൈനസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ കണ്ണ് അടയുന്നതും തുറക്കുന്നതും ഒക്കെ നമുക്ക് നല്ല രീതിക്ക് ഫീൽ ആവാൻ തുടങ്ങും. ഈ ഒരു ഫംഗ്ഷനാണ് നമ്മുടെ ബേസൽ ടിയർ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തതാണ് എന്താ പേര്? റിഫ്ലക്സ്. നല്ല പേര്. ഈ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ എന്തെങ്കിലും ഒരു റിഫ്ലക്സ് ബേസ്ഡ് ആയിരിക്കും ഈ ഒരു ടിയറിന്റെ പ്രൊഡക്ഷൻ. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ, അമിതമായിട്ട് സ്ട്രെസ് വരുമ്പോൾ, ഇനി ചില ആളുകൾക്ക് വിശക്കുമ്പോൾ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തി ജനിക്കുന്ന സമയത്ത് 1 ലിറ്റർ കണ്ണുനീരുമായിട്ടൊന്നുമല്ല അവർ ഭൂമിയിലേക്ക് വരിക. ഇത് ആവശ്യമുള്ള സമയത്ത് നമ്മുടെ ലാക്രിമൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഈ റിഫ്ലക്സ് ടിയേഴ്സ് അമിതമായിട്ട് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ വെച്ചിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ എല്ലാം കുറയും. കാരണം ഇതൊരു ഗ്ലാൻഡ് സിന്തസിസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് അവിടെ ഉണ്ടെന്ന് കരുതി അതിൻ്റെ അർത്ഥം കണ്ണുനീര് തീർന്നു പോയെന്നല്ല. കുറച്ച് നേരം കഴിഞ്ഞ് നിങ്ങൾ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കണ്ണുനീര് വരും. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. സോ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടാങ്കിൽ നിന്നല്ല നമുക്ക് കണ്ണുനീര് വരുന്നത്. ടെമ്പററി ആയിട്ട് കണ്ണീരിൻ്റെ പ്രൊഡക്ഷൻ കുറച്ച് കുറയുന്നല്ലാതെ ഒരിക്കലും കണ്ണീര് വറ്റാനൊന്നും പോകുന്നില്ല. സോ നിങ്ങൾ ധൈര്യമായിട്ട് കരഞ്ഞോ. കരയരുത്. ഓ കരഞ്ഞു. ഓക്കെ, ബൈ.